ഹേ ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, ഹൗ ആർ യു? എന്തൊക്കെയാണ് വിശേഷം? സുഖമാണോ? സന്തോഷമാണോ എല്ലാവർക്കും? ഇന്നൊരു പുതിയ ദിവസമാണല്ലേ, പുതിയൊരു പ്രഭാതമാണ്. ഈ ദിവസത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥന അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരാണ്. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഡേ യൂണിവേഴ്സ്. താങ്ക് യു സോ മച്ച്. നമുക്ക് തുടങ്ങിയാലോ? എൻ്റെ പേര് സ്നേഹ. ഹീലിംഗ് സ്പോട്ടിൽ ഇനി ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. ഈ ഒരു ജേണി നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ഹീലിംഗ് സ്പോട്ട് ആവട്ടെ എല്ലാവർക്കും. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഒരു യൂണിവേഴ്സിൻ്റെ സ്പെഷ്യൽ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളതെന്ന് നോക്കാം. സ്വാമിയ. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഇത് ഹീലിംഗ് സ്പോട്ടാണ്, സ്നേഹയാണ് കൂടെയുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്നതെന്നുള്ളതും എന്തൊക്കെയാണ് നിങ്ങൾ കേൾക്കേണ്ടതെന്നുള്ളതും യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യാൻ വേണ്ടി മൈൻഡിലൊന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എല്ലാവരും ഇരിക്കുക. നമുക്ക് നോക്കാം. ഗൈസ്, എനിക്ക് കുറച്ചുപേരുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത് സാമ്പത്തികപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ അനുഭവിച്ചവരുടെ എനർജിയാണ്. അതായത് ഈ ഒരു പ്രശ്നം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചിട്ടില്ല. വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടെയാണ് കുറച്ച് നാൾ മുന്നേ വരെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ വിചാരിക്കാത്തൊരു സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളും പ്രശ്നങ്ങളും ഉണ്ടായി. ഇതുണ്ടാവാൻ കാരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആരെയൊക്കെയോ, അത് മൈറ്റ് ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ബന്ധുക്കളാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, അങ്ങനെയുള്ള ആരെയൊക്കെയോ നിങ്ങൾ സഹായിച്ചത് മൂലം നിങ്ങൾക്കുണ്ടായ ഒരു പ്രോബ്ലമാണ്, നിങ്ങൾക്കുണ്ടായൊരു ഫൈനാൻഷ്യൽ സ്ട്രഗിളാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്ത് വരും, എന്തൊക്കെ വഴി വരും എൻ്റെ ഫ്രണ്ടിൽ. യു ആർ ഡൺ. നിങ്ങൾ അതിനുവേണ്ടി കുറേ എഫോർട്ട് എടുത്തു, പക്ഷേ പലപ്പോഴും അതിന് റിസൾട്ട് കിട്ടിയിട്ടില്ല, പലപ്പോഴും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ യു ആർ എന്താ പറയുക, നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടൊരു സ്റ്റേജിലാണ് ആസ് ഓഫ് നൗ ഉള്ളത്. നിങ്ങളുടെ മനസ്സ് വളരെ ടെൻഷനാണ്, നിങ്ങൾ വളരെ വറീഡാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് വഴികളും നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്, പക്ഷേ അതിൽ പലതും എന്താ പറയുക, ഒരു റിജക്ഷൻ കേൾക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു കൺഫർമേഷനാണ്. ഗൈസ്, നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് ഒരു കിങ്ങിൻ്റെയും ക്യൂവിൻ്റെയും എനർജിയിലേക്കാണ്. തൊടുന്നതെല്ലാം പൊന്നാവെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്കാണ് ഇനി നിങ്ങൾ പോകാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നവരിൽ പലരും വളരെ ശുദ്ധമായിട്ടുള്ള മനസ്സുള്ളവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ സഹായിക്കാനുള്ള മനസ്സും ഉണ്ടായത്. സോ ഞാനൊരു 100% അല്ല 200% കൺഫർമേഷൻ പറയാണ്. നിങ്ങളിനി പോകാൻ പോകുന്ന എനർജി എന്ന് പറയുന്നത് ഹൈ ലെവലാണ് ഗൈസ്. ഒരു അതോറിറ്റി, ഒരു പവർ, ആ ഒരു ലെവലിലേക്കാണ് നിങ്ങളിനി വരാൻ പോകുന്നത്. നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളിലൂടെ ആ ഒരു സഹായം നിങ്ങളെ തേടി വരും. കുറച്ച് ടൈമിനുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും. അതിലൊരു ഡൗട്ടും വേണ്ട. നിങ്ങളിത് തൊടുന്നതെല്ലാം പൊന്നാവും. അതുകൊണ്ട് തന്നെ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് ചില്ലായിട്ടിരിക്കുക. ഓക്കെ, അതാണ് എനിക്ക് മെയിനായിട്ടത്. ക്യൂവിൻ്റെയും കിങ്ങിൻ്റെ എനർജിയാണ്, അത്രയും ഒരു പവറിലേക്കാണ്. അതിൽ നിന്നൊരു ഹാപ്പി ലൈഫിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. കടന്നു പോകാൻ പോകുന്നത്. സോ ആ ഒരു എനർജി അക്സെപ്റ്റ് ചെയ്യാൻ, ആ ഒരു എനർജീനെ റിസീവ് ചെയ്യാൻ ബി റെഡി ഫോർ ഇറ്റ്. നിങ്ങൾ ശരിക്കും ഒരു സ്പിരിച്വൽ ജേർണിയിലാണ്. ഒരു യൂണിവേഴ്സിൻ്റെ കോൾ ഉണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങളുടെ എന്താ പറയുക, വളരെ കമൻ ക്വയറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ അവിടെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ പലവിധ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു പ്രോബ്ലംസ് ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണ്, യൂണിവേഴ്സിൻ്റെ കോൾ അനുസരിച്ചുള്ള ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലംസും പലതൊക്കെ ഒരു പരീക്ഷണങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾ കടന്നു വന്നത് ഗൈസ്. ഇനി വളരെ കുറച്ചുകൂടി ഉള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആവുന്ന സമയത്ത്
അത് വളരെ ഏറ്റവും നിയറസ്റ്റ് ഫ്യൂച്ചറിൽ തന്നെ ഈ ഒരു പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസും കണ്ടെത്തിയിട്ടുണ്ടാവും. സോ ആ ഒരു പർപ്പസിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം ഈ അടുത്ത കുറച്ച് മാസങ്ങൾ സ്ട്രഗിൾ ചെയ്തത്. ഓക്കെ, ഇനി വരാൻ പോകുന്ന ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ പോലും അനുഭവപ്പെട്ടു പോകുന്ന ഒരു ലൈഫ് എക്സ്പീരിയൻസസിലേക്കാണ് ആ എക്സ്പീരിയൻസസാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി മുന്നോട്ട് വരുന്ന ഈ കമ്മിങ് ഡേയ്സിലൊക്കെ നിങ്ങൾ വളരെ എനർജറ്റിക് ആയിരിക്കും. അതായത് ഒരു പ്രത്യേക ഒരു എനർജി ഇത്രയും ഡേയ്സിൽ നിങ്ങൾക്ക് മിസ്സായ ഒരു എനർജി ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഫുള്ളി എനർജറ്റിക് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിഷ്പ്രയാസം, പ്രോബ്ലം സോൾവിങ് ആയിക്കോട്ടെ, എന്ത് തിങ്സ് ആയാലും വളരെ നിഷ്പ്രയാസം നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. പിന്നെ എനിക്കൊരു അഡ്വൈസായിട്ട് പറയാനുള്ളത്, ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് മെയിൻലി യൂണിവേഴ്സിറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് തിടുക്കം കൂട്ടി എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കുക. ഒന്ന് തിങ്ക് ചെയ്യുക, പിന്നെ ഒന്ന് റീതിങ്ക് ചെയ്യുക, എന്നിട്ട് മാത്രം കാര്യങ്ങളുടെ ടോട്ടൽ സിറ്റുവേഷനും ഇതൊരു റൈറ്റ് ടൈമാണോ, ഞാനിത് ചെയ്യാൻ പറ്റിയൊരു റൈറ്റ് ടൈമാണോ, ഇതൊന്ന് തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം. പിന്നെ അതുകൂടാതെ എനിക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു പുതിയ ജോബിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നുണ്ട്, ഒരു പുതിയ ജോലി ഓഫർ നിങ്ങളെ തേടി വരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആവാതെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ പുതിയ ജോലി അപ്ലൈ ചെയ്തു. അങ്ങനെ പുതിയൊരു ജോലി ഓഫർ അടുത്ത് തന്നെ ഒരു ഒഫീഷ്യൽ മെയിലോ കോളൊക്കെ നിങ്ങൾ തേടി വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചില ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ. ചിലവർക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് സംരംഭങ്ങളുണ്ട്. അങ്ങനെയുള്ളവർ പുതിയൊരു സ്റ്റാർട്ടപ്പ് ആവാം, പുതിയൊരു ബിസിനസ് സംരംഭകത്വം സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിലുമാണ്. ചിലവർ നിങ്ങളുടെ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതിന് റിലേറ്റഡ് ഒരു ട്രാവലിംഗ് മൈറ്റ് ബി, അത് അബ്രോഡ് ആവാം, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആവാം. അങ്ങനെ ഒരു പുതിയ തിങ് നിങ്ങൾ പഠിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലേക്ക് പുതിയ കുറച്ച് പദ്ധതികളും പുതിയ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഈ രീതിയിൽ ചെയ്താൽ, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് ഈ രീതിയിൽ ചെയ്താൽ സക്സസ് ആവും എന്നൊക്കെയുള്ള തോട്ടിൽ നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ 100% നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ള റൈറ്റ് ടൈമാണോ, ഈ ഒരു ഐഡിയ എൻ്റെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാനുള്ള റൈറ്റ് ടൈമാണോ എന്നൊന്ന് തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം, എല്ലാ വഴികളും പരിശോധിച്ചതിന് ശേഷം മാത്രം അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും വഴക്കിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കുക ഇൻ ദ സെൻസ് കാര്യം പറയാം, ബട്ട് അത് ഒഫൻഡഡ് ആവാതെ ഒരു വഴക്കിലേക്ക് അവസാനിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു ക്ഷമേനെ പരീക്ഷിക്കുന്ന ചിലപ്പോൾ സിറ്റുവേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഒന്ന് സൈലൻ്റ് ആയിട്ടിരുന്ന് ഒന്ന് കാം ആൻഡ് ക്വയറ്റായിട്ട് ആ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യുക. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യാം. എന്നാൽ ആ ഒരു സിറ്റുവേഷൻ വഴക്കിൽ എൻഡാവാതെ ഒരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു വൈബിലേക്ക് പോകാൻ ഒന്ന് ട്രൈ ചെയ്യുക. ഹെൽത്ത് വൈസ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടെ കറക്റ്റ് ടൈമിലൊക്കെ ഫുഡൊക്കെ കഴിക്കാനും കുറച്ചുകൂടെ എക്സസൈസൊക്കെ ചെയ്യാനും മെൻ്റലി ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ഒരു സെൽഫ് ടൈമൊക്കെ കണ്ടുപിടിക്കാനും യൂണിവേഴ്സ് ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളത് ചെയ്യുന്നവരാണ്, പക്ഷേ ഈ ദിവസങ്ങളിൽ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു സെൽഫ് ടൈം 5 മിനിറ്റ് ഒന്ന് കാം ആൻഡ് ക്വയറ്റായിട്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനും നിങ്ങളുടെ ബോഡീനെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാനൊക്കെ യൂണിവേഴ്സ് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലി ഒരു പോയിൻ്റ് കൂടെ ഉണ്ടായിരുന്നു. ചിലവർക്ക് ലോൺ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് ഓരോ ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡൊക്കെ റിജക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കത് ആ ലോണിൻ്റെ അപ്രൂവൽ വരാനും, ചിലർക്കത് എഡ്യൂക്കേഷൻ ലോണാണ്, സ്റ്റഡി അബ്രോഡ് റിലേറ്റഡൊക്കെ ആയിട്ടുള്ള ലോണിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ചിലർക്ക് ചില ചിട്ടി അങ്ങനെയുള്ള തിങ്സാണ്.
ഓക്കെ, അതിലൂടെയൊക്കെ പൈസ വരാനും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനും അവരെ നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പല സ്ഥലത്തുനിന്നും ഇനി ക്യാഷ് വരാൻ പോവാണ്. അതൊക്കെ നിങ്ങൾ പോലും വിചാരിക്കില്ല ഈ വഴി വരും എന്നൊക്കെ ഉള്ളത്. നിങ്ങൾ വിചാരിച്ച വഴിയിൽ നിന്ന് ആയിരിക്കില്ല ചില സമയത്ത് വരുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി പല വഴികളിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് വരും. ആ ഒരു സമയത്തൊക്കെ ഇനി വെൽ മാനേജ്ഡ് ആയിട്ട് ഇപ്പോൾ പറ്റിയ തിങ്സൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി വരുന്ന ഡേയ്സിൽ വെൽ മാനേജ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു സ്പെഷ്യൽ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചില ഹെൽപ്പിംഗ് ഹാൻഡ്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുമ്പോൾ, ചിലർ നിങ്ങളെ സഹായിക്കാമെന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവരിൽ കുറച്ച് പേർക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് അയ്യോ ഞാൻ അവരോട് എങ്ങനെ ഈ ഒരു സഹായം സ്വീകരിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ട്. പക്ഷെ അത് യൂണിവേഴ്സായിട്ട് കൊണ്ടുതന്ന ചില സഹായ ഹസ്തങ്ങൾ എന്നൊക്കെ പറയില്ല, അതാണ്. സോ നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാനാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അത് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് വിചാരിക്കാതെ നിങ്ങൾ ആ സഹായം സ്വീകരിക്കാം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ആ ഒരു സഹായം സ്വീകരിക്കാൻ മടി കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്തൊരു സിറ്റുവേഷൻസൊക്കെ, ഈ ഒരു ജീവിത കാലഘട്ടം എന്നും ഇത് തന്നെ നിലനിൽക്കില്ല ഗൈസ്. അതിൽ നിന്ന് പഠിക്കാനും അറിയാനും നമ്മൾ ശ്രമിക്കുക. പുതിയ പാഠങ്ങൾ പഠിക്കുക, പുതിയ വഴികൾ കണ്ടെത്തുക, ട്രാവൽ ചെയ്യുക. അതിനൊക്കെ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നത്. ഈ സമയമൊക്കെ കടന്നു പോകുന്നുള്ളത് മനസ്സിലെപ്പോഴും ഉണ്ടാവട്ടെ. പിന്നെ ചിലവരുടെ ലൈഫിൽ പുതിയൊരു ലവൊക്കെ കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. പുതിയൊരു പ്രണയം, പുതിയൊരു പാർട്ട്ണറൊക്കെ കടന്നു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു ഹാപ്പി ഫാമിലി വൈബിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങളിനി വരാൻ പോകുന്നത് ഹാപ്പിനെസ്സിൻ്റെ പീക്ക് ലെവലിലേക്കാണ്. എല്ലാം കൊണ്ടും, നിങ്ങളുടെ കരിയർ വൈസ് ആയിക്കോട്ടെ, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഫാമിലി വൈസ് ആയിക്കോട്ടെ, ഒക്കെ നിങ്ങൾ കടന്നു വരാൻ പോകുന്നത് ഹാപ്പിനെസ്സിൻ്റെ പീക്ക് ലെവലിലേക്കാണ്. അതിനുവേണ്ടി റെഡിയാവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ പലപ്പോഴും ഇടയ്ക്ക് പോസിറ്റീവ് ആവും, കട്ട പോസിറ്റീവായിട്ട് നിൽക്കും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഡൗൺ ആയി പോകും. പക്ഷെ അപ്പോഴൊക്കെ യൂണിവേഴ്സ് ഓരോ സയൻസിലൂടെ നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്, ഡോൺ ബി സാഡ്. അത് പല വ്യക്തികളിലൂടെ ആവാം, നേരത്തെ പറഞ്ഞതുപോലെ ഏഞ്ചൽ നമ്പേഴ്സിലൂടെയൊക്കെ ഓരോ സൈനൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. പ്ലീസ് ഡോൺ ബി സാഡ് എന്നുള്ള, ബി റെഡി ഫോർ ഇറ്റ്. വരാനുള്ള ഹാപ്പി മൊമെൻറ്റ്സിനെ റിസീവ് ചെയ്യാൻ റെഡിയാവാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത്. ചിലവരുടെ ഒരു ഫാമിലിയെ സംബന്ധിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ, ഇപ്പോൾ ഡിവോഴ്സ് അങ്ങനെയുള്ള തിങ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു അടുത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു മൊമെൻറ്റിൽ ചിന്തിക്കുകയാണ്, ഒന്നുകൂടി ഇതിലേക്ക് റീവർക്ക് ചെയ്തുകൂടാ ഒരു ബന്ധം. ചിലവർക്കത് ലവ് റിലേഷൻഷിപ്പാണ്, ചിലവർക്കത് ഭാര്യ ഭർത്തൃബന്ധമാണ്. എന്തുകൊണ്ടും ഒന്നുകൂടി റീവർക്ക് ചെയ്തുകൂടാ, ഒന്നുകൂടി അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളൊന്നും കൂടെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആലോചിക്കുക. അല്ലാത്ത കേസസിൽ ചില കാര്യങ്ങൾ ക്ഷമയോടെ വിട്ടുകൊടുക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കുക. രണ്ടുപേരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിൽ ഒന്ന് ആലോചിക്കുക. പിന്നെ എനിക്ക് കുറച്ചുകൂടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ നിങ്ങളെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് സ്നേഹിക്കാറുണ്ട്. നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനായിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനായിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണറിനായിക്കോട്ടെ, ഒരു കംഫോർട്ട് സോണാണ് നിങ്ങളെപ്പോഴും. നിങ്ങൾ എപ്പോഴും ഒരു ഹോം ഫീൽ കൊടുക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാൻ മറ്റുള്ളവർ ഒരുപാട് ആഗ്രഹിക്കും. ഒരു സമാധാനം തേടി ഒക്കെ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും ചില സമയത്ത് ഫ്രണ്ട്സൊക്കെ. അത്രയും ശുദ്ധമായിട്ടുള്ള മനസ്സുള്ള, അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ റീസെൻ്റ്ലി കുറച്ച് പ്രശ്നങ്ങൾ മൂലം നിങ്ങൾ കുറച്ച്
ഓവർ ടെൻസ്ഡൊക്കെ ആയിട്ട് കുറച്ച് ക്ഷമയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളെപ്പോഴും നിങ്ങളേക്കാൾ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ളവരെയാണ്. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. സെൽഫ് ലവും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതും യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഈ ഒരു സമയം പലരും, ഈ വീഡിയോ കാണുന്നവരിൽ പലരും ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പൈസ ആവാം, നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ടാവാം, ബ്രേക്കപ്പ് ആയുള്ള റിലേഷൻഷിപ്പ് ഒന്ന് റീയൂണിയൻ സംഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ തിങ്സ്, ഈ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത തിങ്സൊക്കെ നടക്കാൻ പോവാണ്. എനിക്ക് ആ ഒരു എനർജി, അതൊക്കെ നിയറസ്റ്റ് ദിവസങ്ങളിൽ തന്നെ അത് സംഭവിക്കും എന്നുള്ള ഒരു എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു എനർജി റീഡ് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഫാമിലി സംബന്ധമായിട്ട് എന്തൊക്കെയോ ചെറിയൊരു വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വഴക്കുകളൊക്കെ മാറി ഒരു ഗെറ്റ് ടുഗെദർ നിങ്ങൾ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. ആ ഒരു ഗെറ്റ് ടുഗെദറിൽ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കാം, ഫുഡ് കഴിക്കാം. ഒരു ഹാപ്പിനെസ് വൈബിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ വരാൻ പോകുന്നുണ്ട്. പിന്നെ ചിലവർക്ക് ഒരു പുതിയ വിവാഹാലോചന, കല്യാണം നടക്കുന്നില്ല, റെഡിയാവുന്നില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ചിലർക്ക് നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറിനെ, ലക്കി പാർട്ട്ണർ എന്നൊക്കെ പറയില്ലേ, അവരൊരുമിച്ച് ചേരേണ്ടവരാണ്. അത് പ്രകൃതി ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ളൊരു പാർട്ട്ണറിനെ നിങ്ങൾ ഈ അടുത്ത് തന്നെ കണ്ടുമുട്ടും. അങ്ങനെ നിങ്ങളുടെ വിവാഹം നടക്കുകയും നിങ്ങളൊരു ഹാപ്പി ഫാമിലി എന്നുള്ളൊരു വൈബിലേക്ക് കടന്നു വരികയും ചെയ്യും. ഇതിൽ ചിലവർക്ക് ഒരു പുതിയ വീട് വെച്ച് മാറുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതായത് കുറച്ച് നാളായിട്ട് നിങ്ങളൊരു റെൻറ്റ് ഹൗസിലായിരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പേരൻസിൻ്റെ കൂടെ ആയിരുന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ഒറ്റയ്ക്കൊരു വീടെടുത്ത് മാറുന്ന, നിങ്ങളുടെ ഒരു സർക്കിളിലേക്ക് വരുന്നതായിട്ടും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കുറേ പോയിൻറ്റ്സ് പറഞ്ഞല്ലേ, കുറേ തിങ്സ് പറയുണ്ടായി, കുറേ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കുറേ കാര്യങ്ങൾ പറയുണ്ടായി. ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ തേടി വരാൻ പോകുന്നത് വെൽത്ത്, ബിസിനസ്, പ്രോസ്പെരിറ്റി, ഡിവൈൻ ലവ് ആൻഡ് അലൈൻമെൻറ്റ്, ഇന്ന ഹാപ്പിനെസ്, ഫുൾഫിൽമെൻറ്റ്, ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്വീകരിക്കാൻ ഒരുപാട് തവണ പറഞ്ഞു, അതൊക്കെ സ്വീകരിക്കാൻ ബി റെഡി ഫോർ ഇറ്റ് ഗൈസ്. മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാവുക. അങ്ങനെ ഹീലിംഗ് സ്പോട്ടിൽ ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. ഒത്തിരി സന്തോഷം ഈ ഒരു ജേണിയിൽ, നിങ്ങളുടെ ഒരു ജേണിയിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ. അപ്പോൾ ഇനിയുള്ള ജേണി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള ഡേയ്സിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാം, ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സൊക്കെ ഷെയർ ചെയ്യാം, നിങ്ങളുടെ സങ്കടങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ദർ ഈസ് എനിത്തിങ്. പിന്നെ എന്താ പറയുക ഗൈസ്, ഇന്നത്തെ ഒരു മെസ്സേജ്, ഒരു സ്പെഷ്യൽ മെസ്സേജ് ഞാൻ തരാം. ഒരാൾക്ക് സമ്മാനിക്കാൻ പറ്റിയ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് സ്മൈൽ എന്ന് പറയുന്നത്, അല്ലേ? ചിരി എന്ന് പറയുന്ന ആത്മാവിൻ്റെ സംഗീതമാണ്. അങ്ങനെ നല്ലൊരു പുഞ്ചിരി കൊടുക്കാൻ, നല്ലൊരു പുഞ്ചിരി സമ്മാനിക്കാൻ ഈ ദിവസം, സമ്മാനിക്കാനും പുഞ്ചിരി സ്വീകരിക്കാനും ഈ ദിവസം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് സ്പോട്ടിൽ സ്നേഹിയാണ് കൂടെയുള്ളത്. നാളെ വീണ്ടും കാണുന്നവരേക്കും ബൈ.